Hello all, welcome to Basic Electrical Engineering class. In last class നമ്മൾ പറഞ്ഞു മെഷ് കറണ്ട് അനാലിസിസ് ഓഫ് എ ഡി സി നെറ്റ്വർക്കാണ് നമ്മൾ പഠിച്ചത്. ഒരു ഡി സി നെറ്റ്വർക്കിൻ്റെ മെഷ് കറണ്ട് അനാലിസിസ് പഠിച്ചു. അത് വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് ഫോം ചെയ്തു, മെഷ് ഇക്വേഷൻസ് ഫോം ചെയ്തു. എത്ര മെഷസ് ഉണ്ടോ അത്രയും മെഷ് കറണ്ട്സ് നമ്മൾ അസ്യൂം ചെയ്തു. എന്നിട്ട് അത് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തു. മെട്രിക്സ് മെത്തേഡ്, ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തു. ഓക്കെ, അതിനകത്ത് നമ്മൾ മെയിൻലി മെഷ് ഇക്വേഷൻസ് അല്ലെങ്കിൽ മെഷ് കറണ്ട് ഇക്വേഷൻസ് എഴുതാൻ വേണ്ടി കിർച്ചോഫ് വോൾട്ടേജ് ലോ ആണ് നമ്മളവിടെ യൂസ് ചെയ്തത്. ഇനി സെക്കൻഡ് മെത്തേഡാണ് നമ്മൾ പറയുന്നത്. ഈ മെഷ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പ്ലെയിൻ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു പ്ലെയിൻ, ആ ഒരു പ്ലെയിനിൽ മാത്രമേ നമുക്കത് അപ്ലിക്കബിൾ ആയിട്ട് വരുള്ളൂ. അത് നമുക്ക് പറയാം, കമ്പയർ ചെയ്യാം. ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു കമ്പാരിസൺ സ്റ്റഡി അല്ലെങ്കിൽ കുറച്ച് പോയിന്റ്സ് പറയാം. അപ്പോൾ ഇനി അടുത്ത ഒരു നെറ്റ്വർക്ക് അനാലിസിസ് ആണ്, ഡി സി സർക്യൂട്ടാണ് നമുക്കിവിടെ പഠിക്കേണ്ടത്. അതിനകത്തുള്ള ഒരു അനാലിസിസ് ആണ് നോഡ് വോൾട്ടേജ് മെത്തേഡ്. ഈ നോഡ് അനാലിസിസ് എന്ന് നമ്മൾ സിമ്പിളായിട്ട് പറയും. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ അനലൈസിങ് എനി നെറ്റ്വർക്ക്. KCL ഇക്വേഷൻസ് വി ആർ യൂസിങ് കിർച്ചോഫ് കറണ്ട് ലോ, KCL ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് നോഡ് അനാലിസിസ് മെത്തേഡിൽ. അതിനകത്ത് നമുക്ക് ഒരു റെഫറൻസ് നോഡ് ഉണ്ട്. സാധാരണ നമ്മൾ ഗ്രൗണ്ട് എന്നൊക്കെ സർക്യൂട്ടിൻ്റെ പറയുന്നത് സീറോ പൊട്ടൻഷ്യൽ ഉള്ള നോഡിന് നമ്മൾ എന്ത് പറയുന്നു വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് നോഡ് എന്ന് പറയും. അതിൻ്റെ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഓക്കെ, ദെൻ ബാക്കിയുള്ള നമ്മൾ ഓരോ പോയിന്റിലെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. എന്ത് വെച്ചിട്ട്? വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി നമുക്കൊരു ജസ്റ്റ് ഒരു സർക്യൂട്ടിന് നമുക്ക് വരയ്ക്കാം, അതിനനുസരിച്ചിട്ട് പറയാം. ഇനി എങ്ങനെയാണ് പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് നോഡ് അനാലിസിസിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ റെഫറൻസ് നോഡ് അല്ലെങ്കിൽ സെലക്ട് ദ റെഫറൻസ് നോഡ്. ആൻഡ് എത്ര നോഡ് ഉണ്ടോ അതിനൊക്കെ വോൾട്ടേജ് അസ്യൂം ചെയ്യുക. ദെൻ സെറ്റ് നോഡ് വോൾട്ടേജസ് വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് നോഡ്. എത്ര നോഡ് ഉണ്ടോ അവിടെയൊക്കെ ഓരോ വോൾട്ടേജ്. ഇപ്പോൾ നോഡ് 1 ആണെങ്കിൽ എന്താണ് നോഡ് എന്ന് അറിയാം. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണക്റ്റിംഗ് സർക്യൂട്ടിലെ ബ്രാഞ്ചസിനെ കണക്ട് ചെയ്യുന്ന പോയിന്റ്, അത് അല്ലെങ്കിൽ ജംഗ്ഷനെയാണ് നമ്മൾ മോർ ദാൻ വൺ ബ്രാഞ്ചസ് കണക്ട് ചെയ്യുന്ന ജംഗ്ഷനെയാണ് നമ്മൾ നോഡ് എന്ന് പറയാം. അപ്പോൾ ആ നോഡ് ഒരു വോൾട്ടേജ് ഉണ്ടാവും, ആ വോൾട്ടേജിനെ നമ്മൾ അസൈൻ ചെയ്തു. ദെൻ റൈറ്റ് KCL ഇക്വേഷൻ, ഇക്വേഷൻസ്. ഓരോ നോഡിനും ഓരോ ഇക്വേഷൻ. അപ്പോൾ 1 ഫോർ ഈച്ച് നോഡ്. റെഫറൻസ് നോഡിന് വേണ്ട, എക്സെപ്റ്റ് റെഫറൻസ് നോഡ്. അപ്പോൾ എത്ര ഇക്വേഷൻ ഉണ്ടാവും? 5 നോഡ് ഉണ്ട് നമ്മുടെ സർക്യൂട്ടിൽ. 5 നോഡ് ഉണ്ടെങ്കിൽ ഒരെണ്ണം റെഫറൻസ് നോഡാവും, ബാക്കി 4 നോഡിനും ഓരോ KCL ഇക്വേഷൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ സോൾവ് ദ ഇക്വേഷൻ ആൻഡ് ഫൈൻഡ് നോഡ് വോൾട്ടേജ്. സോൾവ് ദ ഇക്വേഷൻസ് ആൻഡ് ഫൈൻഡ് node voltages. Then we can calculate current through any branch. We can calculate current through any branch in the circuit, or voltage at any point ഇൻ ദ നെറ്റ്വർക്ക്. നമുക്ക് നെറ്റ്വർക്കിൽ എവിടെയുള്ള വോൾട്ടേജും കറണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിവിടെ പറയാം. അപ്പോൾ എത്ര നോഡ് ഇക്വേഷൻസ് ഉണ്ടാവും? ഇഫ് n നമ്പർ ഓഫ് നോഡ്സ് ആണെങ്കിൽ, നമ്പർ ഓഫ് നോഡ്സ് n ആണെങ്കിൽ, ദർ വിൽ ബി n-1 നോഡ് ഇക്വേഷൻ. 10 നോഡുള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും? n-1 നോഡ് ഇക്വേഷൻസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, വി ഹാവ് എ സർക്യൂട്ട്, ഐ വിൽ ഡ്രോ. ഓക്കെ, നമുക്കിവിടെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ നോഡ്സ്. നമ്മൾ മെഷ് ആണെങ്കിൽ 3 മെഷസ് ഉണ്ട്, മെഷ് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ എഴുതും.
ഫസ്റ്റ് വി നീഡ് ടു ഐഡൻറ്റിഫൈ ദ നോഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് മെഷിനകത്തുള്ള കറണ്ടിനെ I1 എന്ന് അസ്യൂം ചെയ്തു. രണ്ടാമത്തെ I2 ആണ്. മൂന്നാമത്തെ നമ്മൾ I3. ഈ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു വോൾട്ടേജിൻ്റെ പോസിറ്റീവ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ സാധാരണ അസ്യൂം ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ I3 ഇങ്ങനെ ഇട്ടു. നേരെ തിരിച്ചിട്ടാലും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് റെഫറൻസ് നോഡ് ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഇതാ നോക്കൂ, ഇവിടെ 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 ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ളത് ഒരൊറ്റ പോയിന്റിലാണ്. കണ്ടോ, ഈ എല്ലാ എലമെൻസും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒറ്റ പോയിന്റിലാണ്. ഇതിനെ നമുക്ക് എല്ലാത്തിനും വേണമെങ്കിൽ ഇതിങ്ങനെ ഒരു നോഡ് ആക്കിയിട്ട് സപ്പോസ് ഈ ഇക്വേഷനെ ഈ സർക്യൂട്ടിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതെല്ലാം ഒരേ പോയിന്റാണ്, വേറെ എലമെൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് നോഡ്, നമ്മുടെ സർക്യൂട്ടിനകത്തുള്ള റെഫറൻസ് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ പോയിന്റും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് പറയും, ഒരൊറ്റ നോഡ് എന്ന് പറയും. ഓക്കെ, ആ റെഫറൻസ് നോഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സീറോ നോഡ് നമുക്ക് വേണ്ട, നമുക്ക് ഒരു കോമൺ നോഡ് അല്ലെങ്കിൽ വേണ്ട, 0 വോൾട്ട് അല്ല, അപ്പോൾ നോഡ് സീറോ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ ഒരു പോയിന്റ് നമുക്കൊരു നോഡായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യേണ്ട എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന അതേ വോൾട്ടേജ് തന്നെയായിരിക്കും വേണ്ട. നമുക്കിവിടെ നോഡ് 1 എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ട് എലമെൻറ്റിനെ കൺസിഡർ ചെയ്തു. ഹിയർ നോഡ് 2, ഹിയർ നോഡ് 3, ദെൻ ഇറ്റ് ഈസ് നോഡ് 4 എന്ന് വിചാരിച്ചു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോഡ് 2ഉം 3ഉം മാത്രമാണ്. അപ്പോൾ നമുക്ക് മൊത്തം എത്ര നോഡുണ്ട്? 5 നോഡ്സ് ഉണ്ട് അല്ലേ. ഇത് 0 എന്ന് പറഞ്ഞതിന് പകരം ഇപ്പോൾ 5th നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇക്വേഷൻ വേണം? n-1 ഇക്വേഷൻ വി ഹാവ് ടു ഫൈൻഡ്. അപ്പോൾ നോഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, രണ്ടോ അതിലധികമോ ബ്രാഞ്ചസിനെ കണക്ട് ചെയ്യുന്ന പോയിന്റിനെ നമുക്ക് നോഡ് എന്ന് പറയാം. ഓക്കെ, ശരിക്കും കറണ്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ മാത്രം നമുക്ക് നോഡായിട്ട് കൺസിഡർ ചെയ്താൽ മതി. കാരണം ഇവിടുന്ന് ഒരു കറണ്ട് വരുന്നുണ്ട്, I1 എന്ന് പറഞ്ഞ സെയിം കറണ്ട് തന്നെയാണ് ഈ നോഡ് 1 എന്ന് 2ലോട്ടും പോകുന്നത്. അതായത് ഇത് 0 നോഡാണ്, ഇത് 0 നോഡാണ്, ഇത് 0 നോഡാണ്, 0 ആണ് ഇവിടുത്തെയൊക്കെ വോൾട്ടേജ്. അപ്പോൾ ഈ 0 എന്ന് 1ലോട്ട് പോകുന്ന കറണ്ട് I1 തന്നെയാണ്. ആ സെയിം കറണ്ട് തന്നെയാണ് നോഡ് 1 എന്ന് 2ലോട്ടും പോകുന്നത്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നോഡ് 1ഉം നോഡ് 2ഉം സെയിം ആയിട്ടുള്ള ഒരു നോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ തൽക്കാലം ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആദ്യം നോഡ് 1ൽ നോക്കി. നോഡ് 1ൽ കറണ്ട് എന്താ? ഈക്വൽ ടു I1 അല്ലേ, വരുന്ന കറണ്ട്. നോഡ് 1 നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടും എന്താ? I1. രണ്ട് കറണ്ടാണ് വരുന്നുള്ളൂ. അപ്പോൾ KVL വെച്ചിട്ട് നമുക്ക് എഴുതാം. KVL വെച്ചിട്ട് I1 is equal to I1, പോകുന്ന കറണ്ട്. അതായത് നോഡ് 1 നമ്മൾ നോക്കി, അപ്പോൾ I1 ആണ് അതിലേക്ക് വരുന്നത്. തിരിച്ച് പോകുന്ന കറണ്ടും സെയിം തന്നെ, വേറെ പോയിന്റ്സ് ഒന്നുമില്ല. ദെൻ നോഡ് 2ലോട്ട് നമ്മൾ ചെന്നു. നോഡ് 2ലോട്ട് ചെല്ലുമ്പോൾ ഈ ഒരു R4 കൂടിയുള്ള കറണ്ടിനെ I4 എന്നും R5 കൂടിയുള്ള കറണ്ടിനെ ഞാൻ I5 എന്നും പറഞ്ഞു. ഓക്കെ, ഇനി നോഡ് 2ലോട്ട് തന്നു. നോഡ് 2ലോട്ട് നമുക്ക് I1 നോഡ് 1 എന്ന് കണ്ടുപിടിക്കും. നോഡ് 2ൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നോഡ് 2 3 ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ. ഈ ഒരു ഇവിടുന്ന് I1 വരുന്നുണ്ട്. ദെൻ നോഡ് 2 നിന്ന് 3ലോട്ട് ആണ് I2 പോകുന്നത്. ദെൻ നോഡ് 2 നിന്ന് നോഡ് 0ലോട്ട് ആര് പോകുന്നുണ്ട്? I4 പോകുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വരുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? I1 അല്ലേ. നോഡ് 2ലോട്ട് വരുന്ന കറണ്ട് I1 മാത്രം, ഈക്വൽ ടു കറണ്ട് ലീവിങ് ആരൊക്കെയാണ്? രണ്ട് പേരുണ്ട്, I2 I4ഉം കറണ്ട് ലീവ് ചെയ്ത് പോകുന്നവരാ. അപ്പോൾ I1 is equal to I2 plus I4. ഓക്കെ, ദെൻ നോഡ് 3 നമുക്ക് നോക്കാം. നോഡ് 3ൽ എങ്ങനെയാണ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. I2 ചെന്ന് കയറുന്നുണ്ട് നോഡ് 3ലേക്ക്. ദെൻ I3യും 4ന്ന് 3ലോട്ട് തന്നെയാണ് വരുന്നത്. I5 3ന്ന് റെഫറൻസ് നോഡിലോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വരുന്നത് ആരൊക്കെയാണ്? I2 പ്ലസ് I3 ഈക്വൽ ടു I5. ശരിയല്ലേ. ഇനി നമുക്ക് നോഡ് 4 എന്ന് പറയുന്നത് അവിടെ വരുന്ന കറണ്ട്, നോഡ് 4ലേക്ക് വരുന്ന കറണ്ട് ഇതാണ്. 4 ഇത് അവിടെയാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് വരുന്ന I3 തന്നെയാണ് തിരിച്ച് പോകുന്നത്, വേറെ കറണ്ടൊന്നും വരുന്നില്ല.
അപ്പോൾ I3 ഈസ് ഈക്വൽ ടു I3 വരെ. അത് അങ്ങനെ സിഗ്നിഫിക്കൻസ് ഇല്ല നോഡ് 4ഉം നോഡ് 1നും. നമുക്ക് I1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോഡ് 1 ഉപയോഗിക്കാം. I1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓക്കെ, ഇതായത് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ നമുക്ക് I1 ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതുമ്പോൾ I1 എവിടുന്ന് എവിടോട്ടാണ് പോകുന്നത്? I1 ഇസ് ഈക്വൽ ടു റെഫറൻസ് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അല്ലേ, റെഫറൻസ് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഇത് നോക്കൂ, I1 ഇസ് ഈക്വൽ ടു ഈ വോൾട്ടേജിൽ നിന്നാണ് I1 സ്റ്റാർട്ട് ചെയ്യുന്നത്. വോൾട്ടേജിൻ്റെ പോസിറ്റീവ് പൊളാരിറ്റിയിൽ നിന്നാണ് I1 സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു വോൾട്ടേജ് സോഴ്സ് E1 ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് I1 ഇസ് ഈക്വൽ ടു ഈ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ട്യൂബിലോട്ട് പോകുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നോഡ് 2ലോട്ട് പോകുന്നു. I1 E1 എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒന്നുകൂടി മനസ്സിലാക്കി പറഞ്ഞുതരാം. നമ്മൾ അസ്യൂം ചെയ്യുന്ന ആദ്യത്തെ കറണ്ട് I1 എന്ന് പറയുന്നത് ഇതാ ഈ വോൾട്ടേജിൻ്റെ പൊളാരിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇതുവരെ എത്തുന്ന വരെയുള്ള കറണ്ട് I1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I1 എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെ വോൾട്ടേജ് E1 മൈനസ് നോഡ് 2ലോട്ടാണ് ചെന്ന് വരെ I1 പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് നമ്മൾ V2 എന്ന് പറഞ്ഞു, നോഡ് 2ലെ വോൾട്ടേജ് V2 എന്ന് പറഞ്ഞു. ഓക്കെ, നോഡ് 1ലെ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? E1 തന്നെയാണ് നോഡ് 1ലെ വോൾട്ടേജ്. E1 തന്നെയാണ് നോഡ് 1ലെ വോൾട്ടേജ്. കാരണം എന്താ? സെയിം ആണ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, E1 മൈനസ് V2 ഡിവൈഡഡ് ബൈ R1, അതാണ് I1 വരിക. അതായത് എവിടുന്ന് എവിടെ വരെ കറണ്ട് പോകുന്നവരെ കറണ്ട് നോക്കുക, കറണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള അവിടുത്തെ വോൾട്ടേജ് നോക്കുക, അതേമാതിരി കറണ്ട് അവസാനിക്കുന്ന അടുത്തേലും വോൾട്ടേജ് നോക്കുക. രണ്ട് വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലേ, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലാണ് കറണ്ട് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഞാൻ ഇവിടെ ഒരു 5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വെച്ചു. ഓക്കെ, ഇവിടെയും ഒരു 5 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വെച്ചു. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇതും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? 5 മൈനസ് പ്ലസ് 5 തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 0 ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു കാര്യം നോക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ബാറ്ററി തിരിച്ചു വെച്ചു. ഇവിടെ 5 വോൾട്ട്, ഇവിടെ 5 വോൾട്ട്. അപ്പോൾ കറണ്ട് നമുക്ക് I is equal to, ഇപ്പോൾ കറണ്ട് മാറും. I is equal to ഇവിടുത്തെ വോൾട്ടേജ് 5 മൈനസ് 5, അപ്പോൾ 10 വോൾട്ടായി. അപ്പോൾ എന്തായി? കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. 10 ഡിവൈഡഡ് ബൈ R എത്രയാണോ അതായിരിക്കും കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ ശ്രദ്ധിക്കണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ ചെക്ക് ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ I1 is equal to നമുക്ക് കിട്ടി E1 മൈനസ് V2 നോഡ് 2ലെ വോൾട്ടേജ് ബൈ R1. ഓക്കെ, ഇനി നമുക്ക് I2 അതേമാതിരി എഴുതാൻ പറ്റും. I2 എവിടുന്ന് എവിടേക്കാണ് പോകുന്നത്? നോഡ് 2 നോഡ് 3ലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് V2, ഇത് V3, അല്ലേ. ദെൻ I2 ഇങ്ങനെയാണ് പോകുന്നത്, നോഡ് 2 നോഡ് 3ലോട്ട്. അപ്പോൾ നോഡ് 2ലെ വോൾട്ടേജ് V2 മൈനസ് V3. ആ പാത്തിലുള്ള റെസിസ്റ്റൻസ് ആരാ? R2. അപ്പോൾ R2. അപ്പോൾ I2 സിമ്പിളായി കിട്ടി നമുക്ക്. V2 മൈനസ് V3 ഡിവൈഡഡ് ബൈ R2. ഓക്കെ, I1 ആയി, I2 ആയി. ദെൻ I3 is equal to I3 എവിടുന്നാണ് പോകുന്നത്? E2ൽ നിന്ന് നോഡ് 3ലോട്ട്. അപ്പോൾ E2 മൈനസ് നോഡ് 3ലെ വോൾട്ടേജ് V3 ഡിവൈഡഡ് ബൈ R3. I3 കിട്ടി. സിമിലർലി I4 എന്ന് പറയുന്നത് ഇവിടുന്ന് എങ്ങോട്ടാണ്? നോഡ് 2 റഫറൻസ് നോഡിലോട്ട് I4 പോകുന്നത് ഈ ഒരു ബ്രാഞ്ചിലാണ് പോകുന്നത്. നോഡ് 2ൽ നിന്ന് എങ്ങോട്ടാണ്? റഫറൻസ് എന്ന് പറയുമ്പോൾ 0 വോൾട്ടാണ്. അപ്പോൾ നോഡ് 2ലെ വോൾട്ടേജ് V2 മൈനസ് 0 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് R4.
നമുക്ക് സിമ്പിളായിട്ട് V2/R4 എന്ന് എഴുതാം. അപ്പോൾ I4 മാതിരി തന്നെയാണ് നമുക്ക് I5 നോഡ് 3 എന്ന് റെഫറൻസ് നോഡിലേക്ക് ത്രൂ റെസിസ്റ്റൻസ് R5. ഓക്കെ, ഇനി നമ്മളവിടെ നേരത്തെ കുറേ കറണ്ട് ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നോഡ് 2-ൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നോഡ് 2-ൽ എന്താ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്? I1 = I2 + I4 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായി. ശരിയല്ലേ? I1 = I2 + I4 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതിനകത്ത് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ഇട്ടാൽ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? E1 - V2/R1 അല്ലേ? ഈ ഒരു ഇക്വേഷൻ ഇവിടെ വന്ന് I1-ന് കൊടുത്തു. I2-ന് എന്താ? V2 - V3 /R2 പ്ലസ് I4 = നമുക്ക് എഴുതാം V2/R4. ഇത് നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ E1 V2 E1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ കിട്ടും. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയാം. ഇതിൽ നമുക്ക് V2 V3 ആണ് അറിയാത്തത് ഉണ്ടായിരിക്കുക. അറിയാത്ത രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് V2 V3 ആയിരിക്കും. അതേമാതിരി നോഡ് 3-ൽ നമ്മൾ നോക്കി. നോഡ് 3-ൽ നമുക്ക് പോയി നോക്കുമ്പോൾ അറിയാം, നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടായി I3 + I2 = I5 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായി. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I3 = ഇവിടെ എഴുതി വെച്ച E2 - V3/R3 പ്ലസ് I2 = V2 - V3 /R2 I5 = നമ്മൾ എഴുതി V5/R5 V3/R5. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി അല്ലേ? ഈ രണ്ട് ഇക്വേഷനിൽ നമുക്കറിയാം രണ്ട് അൺനൗൺസ് ആണ് ഉള്ളത്. V2 V3 ആണ് നമുക്ക് അറിയേണ്ടത്. V2 V3 നമുക്ക് അറിയേണ്ടത് രണ്ട് ഇക്വേഷൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ സോൾവിങ് ഇക്വേഷൻ 1 and 2 we can calculate V3 and V4. നമുക്കൊരു ചെറിയ പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് സോൾവ് ദ സർക്യൂട്ട് യൂസിങ് നോഡ് വോൾട്ടേജ്. അപ്പോൾ നോഡിലുള്ള വോൾട്ടേജും നമുക്ക് സർക്യൂട്ടിലുള്ള കറൻസും ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സർക്യൂട്ടിനകത്ത് നോഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ മതി. ഇതിന് ഞാൻ നോഡ് 1 എന്ന് പറഞ്ഞു. ഓക്കെ, നോഡ് 2 ഇത്. ഓക്കെ, ദെൻ ഇവിടെ നേരത്തെ നമ്മൾ എടുത്ത മാതിരി എടുക്കണ്ട. കാരണം എന്താ? ഇവിടുന്ന് വരുന്ന അതേ കറണ്ട് തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ദെൻ റെഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ കോമൺ നോഡ് ഇതാ ഇവിടെ നമ്മൾ എടുത്തു. ഇതെല്ലാം കൂടിയിട്ട് റെഫറൻസ് നോഡ് 0 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ രണ്ട് നോഡ് നമുക്കുണ്ട് പ്ലസ് റെഫറൻസ് നോഡ്. അപ്പോൾ ടോട്ടൽ 3 നോഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഇക്വേഷൻ വേണം? n-1 = 2 ഇക്വേഷൻസ് we need to find. ഓക്കെ, ലെറ്റ് അസ്യൂം നോഡ് 1-ലെ വോൾട്ടേജ് V1, നോഡ് 2-ലെ വോൾട്ടേജ് V2. ഇനി നമുക്ക് നോഡ് 1-ൽ നോക്കാം. നോഡ് 1-ൽ നമുക്ക് നോക്കുമ്പോൾ ഈ കറൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തില്ല. നേരത്തെ പറഞ്ഞ മാതിരി കറണ്ട് I1. ഓക്കെ, ദെൻ നോഡ് 2-ലെ കറണ്ട് നമ്മൾ I2 എന്ന് അല്ല, ഈ 1 to 2-ലെ കറണ്ട് I2 എന്നും ദെൻ 1-ൽ നിന്ന് റെഫറൻസിലേക്ക് പോകുന്ന കറണ്ട് നമുക്ക് ആദ്യം ഇപ്പുറത്തെ കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ കറണ്ട് നമുക്ക് ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? I3 ഈ ഡയറക്ഷനിൽ കൊടുക്കാം. I3 ഈ ഡയറക്ഷനിൽ കൊടുത്തു നമ്മൾ. ഓക്കെ, ദെൻ ദിസ് വൺ I4 അല്ലെങ്കിൽ വേണ്ട, നമുക്ക് പേര് I2 I3 എന്ന് ഇവിടുന്ന് തന്നെ കൊടുത്തു പോരാം. 1 നിന്ന് 2 റെഫറൻസിലേക്ക് പോകുന്ന കറണ്ട് I2 കൊടുക്കാം. ദെൻ ദിസ് കറണ്ട് വി ക്യാൻ ഗീവ് ഇൻ ദിസ് ഡയറക്ഷൻ. I3 ഇങ്ങനെ എടുത്തു. ജസ്റ്റ് ഒരു ഡയറക്ഷൻ മാറ്റി കൊടുക്കുക മാത്രം. I5 നമുക്ക് I4 നോഡ് 2 എന്ന നോഡ് റെഫറൻസിലേക്ക്, ദെൻ നോഡ് 2 എന്ന അപ്പുറത്തെ ബ്രാഞ്ച് വഴി പോകുന്നത് I5 കൊടുത്തു. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കൊടുക്കാം, അതൊരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. ദെൻ നമുക്ക് നോക്കാം. നോഡ് 1-ൽ വരുന്ന കറണ്ട് ആരൊക്കെയാണ്? I1 വരുന്നുണ്ട്, I3 വരുന്നുണ്ട്. അപ്പോൾ I1 + I3 = I2. ഓക്കെ, ദെൻ നോഡ് 2-ൽ നമുക്ക് എഴുതാം. നോഡ് 2-ൽ ആരൊക്കെയാണ് വരുന്നത്? നോഡ് 2-ന്ന് എല്ലാവരും ലീവ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ I3 + I4 + I5 = 0 എന്ന് എഴുതാം. എല്ലാവരും ലീവ് ചെയ്യുന്നതുകൊണ്ട്
ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ഡയറക്ഷൻ തിരിച്ചിട്ടാണെങ്കിൽ I5 നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ എന്തായി ഈക്വൽ ടു I5 എന്നാവും. തൽക്കാലം നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് എങ്ങനെയാണ് ആൻസർ വരുന്നത് നമുക്ക് നോക്കാം. ഇനി I1 കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? I1 എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? 100 വോൾട്ടിൽ നിന്ന് V1ലേക്ക് അല്ലെങ്കിൽ നോഡ് 1ലേക്കാണ് പോകുന്നത്. അപ്പോൾ I1 ഇസ് ഈക്വൽ ടു 100 മൈനസ് നോഡ് 1ലെ വോൾട്ടേജ് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. ബ്രാഞ്ച് റെസിസ്റ്റൻസ് 20. ഓക്കെ, ദെൻ I3 ഈക്വൽ ടു I3 എന്ന് പറയുന്നത് എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നോഡ് 2വിൽ നിന്ന് നോഡ് 1ലോട്ട് അല്ലേ? നോഡ് 2വിൽ നിന്ന് നോഡ് 1ലോട്ടാണ് നമ്മൾ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? I3 ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, ദെൻ I2 ഇസ് ഈക്വൽ ടു നമുക്ക് I2 V1 എന്ന റെഫറൻസിലേക്ക്, അപ്പോൾ റെഫറൻസിൻ്റെ വോൾട്ടേജ് 0, V1 ബൈ 10. ഇനി ഈ മൂന്നെണ്ണം നമ്മൾ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൂന്ന് വാല്യൂസും I1, I3, I2 വാല്യൂസ് ഇക്വേഷൻ 1നകത്ത് കൊണ്ട് കൊടുക്കുക. അപ്പോൾ I1 ഇസ് ഈക്വൽ ടു 100 മൈനസ് V1 ബൈ 20 പ്ലസ് I3 ഇസ് ഈക്വൽ ടു എന്താണ്? V2 മൈനസ് V1 ബൈ 15. ശരിയല്ലേ? ദെൻ ഈക്വൽ ടു I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ബൈ 10. ഇനി നമ്മൾ V1 V2 ടൈംസിനൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 100 ബൈ 20 മൈനസ് V1 ബൈ 20 പ്ലസ് V2 ബൈ 15 മൈനസ് V1 ബൈ 15. അപ്പുറത്തുനിന്ന് V1 മൈനസ് V1 ബൈ 10 വരുമ്പോൾ 0 കിട്ടും. ഓക്കെ, ദെൻ V1 മൈനസ് V1 ബൈ 20 മൈനസ് V1 ബൈ 15 മൈനസ് V1 ബൈ 10. അതിന് നമുക്ക് 15, 20, 10. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ബൈ 60 കൊടുക്കാം. അപ്പോൾ മൈനസ് 3V1 ബൈ 60 മൈനസ് V1 ബൈ 20 ഞാൻ മാറ്റി മുകളിലും താഴെ. ദെൻ മൈനസ് 4V1 ബൈ 15 മൈനസ് 60 മൈനസ് 6V1 ബൈ 60 പ്ലസ് V2 ബൈ 15 പ്ലസ് 100 ബൈ 20 എന്ന് പറയുമ്പോൾ നമുക്ക് 5 എന്നാകാം, ഈക്വൽ ടു 0. റീഅറേഞ്ച് ചെയ്ത് എഴുതാം. നമുക്ക് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 മൈനസ് 4 മൈനസ് 6 ഇപ്പോൾ 13 അല്ലേ? 13V1 ബൈ 60. ഇതിനെ മൂന്നിനെയും കൂടി സം ചെയ്തു, എന്നിട്ട് ഇക്വേഷൻ അപ്പുറത്തേക്ക് ഉണ്ടായി. മൈനസ് V2 ബൈ 15 ഈക്വൽ ടു 5. ഫസ്റ്റ് നോഡ് ഇക്വേഷൻ. മൈനസ് 3 മൈനസ് 4 ആകുമ്പോൾ മൈനസ് 7, മൈനസ് 16 ആകുമ്പോൾ മൈനസ് 13, മൈനസ് 13 ബൈ 60 അത് ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടായി. അപ്പോൾ 13 ബൈ 60 V1 മൈനസ് 1 by 15 V2 equal to 5. That is equation number 1. Then node 2 നമുക്ക് എന്ത് എഴുതാം? നോഡ് 2 I3 പ്ലസ് നോഡ് 3 ആരൊക്കെയായിരുന്നു? I3 പ്ലസ് I4 പ്ലസ് I5 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ I3 നമുക്കറിയാം. I3 എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്ന കറണ്ട്? I3 ഈസ് ഫ്ലോയിങ് ഫ്രോം V2 അല്ലെ? V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 15. നമുക്കത് സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, നമ്മളിനി നോഡ് 2വിൻ്റെ ഇക്വേഷൻസ് ആണ് എഴുതാൻ പോകുന്നത്. നോഡ് 2വിൽ നമ്മൾ കണ്ടു എന്തായിരുന്നു വരുന്ന കറണ്ട് I3. നോഡ് 2വിൽ എല്ലാവരും ലീവ് ചെയ്യണം. അപ്പോൾ I3 പ്ലസ് I4 പ്ലസ് I5 ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ദെൻ I3 ഈസ് ഫ്ലോയിങ് ഫ്രോം V3 ടു നോഡ് 2 ടു നോഡ് 1. അപ്പോൾ നോഡ് 2വിലെ വോൾട്ടേജ് V2 മൈനസ് V1, ആ പാത്തിലെ റെസിസ്റ്റൻസ് 15 പ്ലസ് I4 ഇസ് ഈക്വൽ ടു I4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോഡ് 2വിൽ നിന്ന് റെഫറൻസിലോട്ട് പോകുന്നത്. അവിടുത്തെ വോൾട്ടേജ് നോഡ് 2വിലെ വോൾട്ടേജ് മൈനസ് റെഫറൻസിൻ്റെ വോൾട്ടേജ് 0 ആണ്. അപ്പോൾ നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡിവൈഡഡ് ബൈ 10. ദെൻ I5 ഈസ് ഫ്ലോയിങ് ഫ്രം നോഡ് 2 ടു
-80 ആ ബാറ്ററിയിലോട്ടാണ് പോകുന്നത്. അപ്പം -80 അത് മറക്കരുത്. V2 -80 ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് 20 equal to 0. Then expand the bracket. V2 by 15 minus V1 by 15 plus V2 by 10 plus V2 by 20 plus 80 by 20 equal to 0. Then കുറേ V2ൻ്റെ ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ 15, 10, 20. അപ്പോൾ LCM നമുക്ക് 60 വരും. അപ്പോൾ 60. ഇപ്പോൾ 4V2. 15, 60 ആവാൻ 4 വേണം. ദെൻ 10, 60 ആവാൻ 6 വേണം. അപ്പോൾ 10V2. ദെൻ അഗെയിൻ 20, 60 ആവാൻ 3V2 മൈനസ് V1 by 15 പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പുറത്തോട്ട് പോകുമ്പോൾ V1 by 15 മൈനസ് 13 by അല്ലെങ്കിൽ 1 by 15 V1 1 by 15 V1 മൈനസ് 13 by 60 V2 ഈക്വൽ ടു 4. ഇക്വേഷൻ നമ്പർ 2. നേരത്തെ ഇക്വേഷൻ നമ്പർ 1 നമുക്കുണ്ടായിരുന്നു. എന്താണ്? 13 by 60 V1 minus V2 by 15 minus V2 by 15 is equal to 5. Solving equation 1 and 2. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിലുണ്ടാവും. കാൽക്കുലേറ്ററിലെ മോഡൽ ഇക്വേഷൻസ് എടുക്കുക. വി ഹാവ് 2 ഇക്വേഷൻസ് ആൻഡ് 2 അൺനൗൺസ്. 2 അൺനൗൺസ് 2 ഇക്വേഷൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ അപ്ലൈ ചെയ്ത് എടുത്താൽ നമുക്ക് കിട്ടും V1 is equal to what we will get 19.21 volt. Okay. V2 is equal to V2 നമുക്ക് മൈനസ് ആണ് കിട്ടുക. മൈനസ് 12.54 വോൾട്ട്. ഓക്കെ, -12. ഇനി നമുക്ക് ഓരോ കറണ്ടും കണ്ടുപിടിക്കണം. ഫസ്റ്റ് I1 ആയിരുന്നു. I1 നമ്മൾ എക്സ്പ്രഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. I1 എവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? 100 വോൾട്ട് എന്ന് നോഡ് 1ലേക്ക്. അപ്പോൾ I1 is equal to 100 minus V1 divided by ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എന്തായിരുന്നു? 20 ആയിരുന്നു. അപ്പോൾ 100 minus 19.21 divided by 20 ഈക്വൽ ടു എത്ര? 100 19.81 point something divided by 4.03 ആംപിയർ. ദെൻ I2 എന്ന് പറയുന്നത് നമുക്കറിയാം എവിടുന്ന് V1 എന്ന് റെഫറൻസിലേക്ക്. അപ്പോൾ V1 by 10 ആയിരുന്നു. അപ്പോൾ 19.21 by 10 is equal to 1.921 ആംപിയർ I2. ദെൻ I3 നമ്മൾ ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത് V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ 15 ആണ് അല്ലേ? V2 എന്ന് V1ലോട്ട് പോകുന്ന കറണ്ട് ആയിരുന്നു I3. V2 നമുക്ക് എത്രയായിരുന്നു? V2 is equal to minus 12.54. Then minus V1 19.21 divided by ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 15. അപ്പോൾ മൈനസ് 31 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. മൈനസ് 31 ബൈ 15 എന്ന് പറയുമ്പോൾ നമുക്ക് മൈനസ് 2.11 ആംപിയർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ I3 എന്ന് പറയുന്ന ഡയറക്ഷൻ, നമ്മുടെ I3യുടെ ഡയറക്ഷൻ നമ്മൾ ഈ ഒരു ഡയറക്ഷനാണ് എടുത്തിരുന്നത്. കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് I3 ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കിട്ടിയത് എന്താ? നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എടുത്തിട്ടുള്ള ഡയറക്ഷൻ അല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു. 2.11 തന്നെ വാല്യൂ ആംപിയർ. ഡയറക്ഷൻ ഷുഡ് ബി ഓപ്പോസിറ്റ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും I3 ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ എടുത്തത് അസ്യൂം ഡയറക്ഷൻ നമ്മളെന്തായിരുന്നു? കൗണ്ടർ ക്ലോക്ക് വൈസിലായിട്ട്. അപ്പോൾ ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ലൈക്ക് ദിസ് I3 ഇങ്ങനെയായിരിക്കും സർക്യൂട്ടിലുണ്ടായിരിക്കും. ഓക്കെ, ദെൻ I4 വിൽ ലുക്ക് ഇൻ ടു I4 എന്ന് പറയുന്നത് V2വിൽ നിന്ന് റെഫറൻസിലോട്ട്. അപ്പോൾ V2 മൈനസ് 0 ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 10. അപ്പോൾ മൈനസ് 12.54 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ മൈനസ് 1.25 ആംപിയർ. അപ്പോൾ നേരെ തിരിച്ചു വന്നു. I4 എൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ അല്ല, ആക്ച്വൽ ഡയറക്ഷൻ ഓഫ് I4 ഓപ്പോസിറ്റ് ടു ദ അസ്യൂം ഡയറക്ഷൻ. നമ്മൾ അസ്യൂം ചെയ്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷന്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരുന്നു. ഈ ഒരു ഡയറക്ഷനാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ബട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 1.25 ആംപിയർ ആണ് ഏത് ഡയറക്ഷൻ? നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ അല്ല, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെൻ ഫൈനൽ കറണ്ട് I5 ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായി. I5 എന്ന് പറയുന്നത് V2വിൽ നിന്ന് മൈനസ് 80യുടെ മൈനസിലേക്കാണ്. ഓക്കെ, ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് 20. അപ്പോൾ V2 പ്ലസ് 80
ഡിവൈഡഡ് ബൈ 20. V2 എന്ന് പറയുന്നത് -12 പ്ലസ് 80 ഡിവൈഡഡ് ബൈ 20 നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്ലസ് വാല്യൂ തന്നെയാണ് കിട്ടുക 3.37 ആംബിയർ. അപ്പോൾ നമ്മൾ I5 എടുത്തിട്ടുള്ള ഡയറക്ഷൻ ശരി തന്നെയാണ്, അത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. Now we have all the voltages and currents in the circuit. I1i, I2i, I3i, I4i, V1, V2 voltages i. ഓക്കെ, സാധാരണഗതിയിൽ നമുക്ക് 2 വോൾട്ട് നോഡ് അല്ലെങ്കിൽ മാക്സിമം 3 നോഡ് അത്രയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നമുക്ക് മിക്കവാറും ഫസ്റ്റ് ഇയർ ബേസിക് ആയതുകൊണ്ട് 2 നോഡിൻ്റെ ഇക്വേഷൻ തന്നെയാണ് വരിക. മെഷ് ആകുമ്പോൾ ചിലപ്പോൾ 3 മെഷസ് വരും. അപ്പോൾ നമുക്ക് മെട്രിക്സ് ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി നമുക്ക് മൊഡ്യൂൾ 1-നകത്ത് വരുന്നത്. ഇനിയൊന്ന് ബേസിക് റെസിസ്റ്റർ, കപ്പാസിറ്റർ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് നമുക്ക് ഏതെങ്കിലും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സീരീസ് എക്സാമിന് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് നമുക്ക് ഉണ്ടായിരിക്കും. ഇത് വെച്ചിട്ട് പ്രോബ്ലംസും അതിൻ്റെ തിയറി ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ടാവും. പ്രോബ്ലംസ് എന്ന് ചോദിക്കാനുള്ളത് സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. നോഡ് അനാലിസിസ്, മെഷ് അനാലിസിസ്. ഓക്കെ.